നമസ്കാരം, സ്വാഗതം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് പ്രധാന വാർത്തകൾ ആദ്യം. ഉപാധികളോടെ കേരളത്തിന് 5000 കോടി കടമെടുക്കാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തും. അംഗീകരിക്കില്ലെന്ന് കേരളം. പ്രതിസന്ധി തീർക്കാൻ 10000 കോടിയെങ്കിലും വേണമെന്ന ആവശ്യം. പൗരത്വ സമരക്കാർക്കെതിരെ വീണ്ടും കേസെടുത്ത് കേരള പോലീസ്. കോഴിക്കോട് പ്രതിഷേധക്കാർക്കെതിരെ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. ട്രെയിൻ തടഞ്ഞു എന്നതടക്കം കള്ളം എഴുതി വെച്ചുവെന്ന് ഫ്രട്ടേണിറ്റി. കേരളം വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. രാജ്ഭവന് മുന്നിൽ KPCCയുടെ പ്രതിഷേധ ധർണ. മതം അടിസ്ഥാനമാക്കിയുള്ള പൗരത്വം അപകടകരമെന്ന് ഓർത്തഡോക്സ് സഭ. പൗരത്വ നിയമത്തിന് അടിസ്ഥാനപരമായി മതം ഒരു പ്രധാന കാര്യമായി വരുന്ന തരത്തിൽ ബില്ല് വരുന്നെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും. ഇടുക്കി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. മൂന്നാറിൽ കട്ടക്കൊമ്പനും കാഞ്ഞിരവേലിയിൽ ഒറ്റക്കൊമ്പനും. തൃശൂർ അതിരപ്പള്ളിയിൽ അവശനിലയിൽ കണ്ടെത്തിയ ആന കാട്ടിലേക്ക് മടങ്ങി. വന്യജീവി ആക്രമണത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. നെടുങ്കണ്ടത്ത് തേനീച്ചയുടെ കുത്തേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ ഹൈക്കോടതിയിൽ. ഉന്നത സ്വാധീനമുള്ള പ്രതികൾ അന്വേഷണം അട്ടിമറിച്ചുവെന്ന് ഹർജിയിൽ. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. KSEBക്ക് ജലവകുപ്പിൽ നിന്ന് മാത്രം കിട്ടാനുള്ളത് 2000 കോടിയിലേറെ. ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. കുടിശ്ശിക സർക്കാർ ഏറ്റെടുക്കും. 4 വർഷമായി പരീക്ഷാ നടത്തിപ്പിന് ചെലവഴിച്ച തുക ലഭിക്കാതെ പ്രധാന അധ്യാപകർ പ്രതിസന്ധിയിൽ. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് മത്സരം. വൈകിട്ട് മോഹൻ ബഗാനെ നേരിടും. മലപ്പുറത്ത് ഫുട്ബോൾ ടൂർണമെന്റിനിടെയുണ്ടായ ആക്രമണത്തിൽ പരാതിയുമായി വിദേശ താരം. ദൃശ്യങ്ങൾ ഉൾപ്പെടെ മലപ്പുറം SPക്ക് നൽകി. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് തീരുമാനമായില്ല. 5000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുമതി നൽകാമെന്ന കേന്ദ്ര വാഗ്ദാനം കേരളം തള്ളി. അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ തുക കുറയ്ക്കുമെന്ന വ്യവസ്ഥയോടെയായിരുന്നു വാഗ്ദാനം. 10000 കോടിയെങ്കിലും കടമെടുക്കാൻ അനുമതി വേണമെന്ന നിലപാടിലായിരുന്നു കേരളം. ഹർജി വീണ്ടും 21-ന് പരിഗണിക്കും. കേരളത്തിന്റെ ഹർജി പരിഗണിക്കാൻ തുടങ്ങിയപ്പോൾ സംസ്ഥാനം ഇതുവരെ നടത്തിയ കടമെടുപ്പ് സംബന്ധിച്ച സ്ഥിതിവിവര കണക്കിന്റെ ചുരുക്കപ്പട്ടികയാണ് കേന്ദ്രം അവതരിപ്പിച്ചത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്ന് അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശം മുഖവിലക്കെടുത്ത് വായ്പാ പരിധിയിൽ 5000 കോടി രൂപ കൂടി ഉയർത്തി നൽകാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വായ്പാ പരിധിയിൽ ആദ്യ 9 മാസത്തേക്ക് അനുവദിക്കുന്നത് 21,664 കോടി രൂപയാണ്. ഈ തുകയിൽ നിന്നും 5000 കോടി രൂപ കുറവ് വരുത്തും. മാർച്ച് 31-ന് മുമ്പ് 10000 കോടി രൂപയെങ്കിലും വായ്പാ പരിധിയിൽ ഉയർത്തി നൽകണമെന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. 5000 കോടി എന്ന വാഗ്ദാനം സ്വീകരിച്ചുകൂടെ എന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചെങ്കിലും വിനയപൂർവ്വം നിരസിക്കുകയാണ് കേരളം ചെയ്തത്. വ്യവസ്ഥകളോടുള്ള ഈ തുക സ്വീകരിച്ചാൽ വരും സാമ്പത്തിക വർഷത്തിലും കേരളം കടുത്ത ബുദ്ധിമുട്ടിലാകും. മാത്രമല്ല, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിക്കുന്ന തുകയിൽ പിന്നീട് കേരളത്തിന് തർക്കിക്കാൻ കഴിയില്ല. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലെ നഷ്ടമായിരിക്കും സംസ്ഥാനത്തിനുണ്ടാകുക. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കണമെന്ന് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ഹർജി വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഡി ധനസുമോത്, മീഡിയ 1, ഡൽഹി. പൗരത്വ വിരുദ്ധ CAA വിരുദ്ധ സമരത്തിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. ഇന്നലെ രാജ്ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെതിരെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അടക്കം 62 പേരാണ് പ്രതികൾ. അന്യായമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. രാജ്ഭവനിലേക്ക് SDPI നടത്തിയ മാർച്ചിനെതിരെയും മ്യൂസിയം പോലീസ് കേസെടുത്തു. മാർച്ചിൽ പങ്കെടുത്ത 102 പേർക്കെതിരെയാണ് കേസ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ആകാശവാണിയിലേക്ക് മാർച്ച് നടത്തിയ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞുവെന്ന് തെറ്റായി കുറ്റം ചുമത്തിയെന്ന് ഫ്രറ്റേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് KM ഷെഹ്റിൻ പറഞ്ഞു. കള്ളം എഴുതി വെച്ച റിമാൻഡ് റിപ്പോർട്ട് പിൻവലിക്കണമെന്നും ഫ്രറ്റേണിറ്റി ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അതുവഴി കടന്നു പോകുന്ന ട്രെയിനുകൾ തടഞ്ഞിട്ടു. ഏത് ട്രെയിനാണ് തടഞ്ഞിട്ടെന്ന് പോലീസ് വ്യക്തമാക്കണം. അപ്പോൾ പച്ചക്കള്ള റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞിട്ടു എന്ന് പറയുന്ന. അത് അവിടുന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ തടഞ്ഞിട്ടു എന്ന് എഴുതി വെക്കുകയാണ്. അതേപോലെ മതസൗഹാർദ്ദം തകർക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നാണ് പറയുന്നത്.
പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. CAA നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്ത് മതസൗഹാർദ്ദമാണ് തകരുന്നത്. ഇവിടുത്തെ RSSനെ പ്രകോപിപ്പിക്കും. അത് എങ്ങനെയാണ് ഇടതുപക്ഷത്തെയും പിണറായിയും പ്രകോപിപ്പിക്കുന്നതെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് മനസ്സിലാകുന്നില്ല. സാധാരണ ലാത്തി ചാർജ് ഉപയോഗിക്കുന്ന പോലെയല്ല, വടിയിൽ ആണി തറച്ചുകൊണ്ടുള്ള ലാത്തികൾ, കുട്ടികളുടെ കയ്യിലുള്ള പിന്നെ പുറത്തൊക്കെയുള്ള മുറിവുകൾ കണ്ടാൽ വളരെ ആഴത്തിലുള്ള വളരെ മൂർച്ചയേറിയ ആണികൾ പിന്നെ ഈ ലാത്തിയിൽ പിടിപ്പിച്ചിട്ട് അത് വെച്ചിട്ടൊക്കെയാണ് പോലീസ് മർദ്ദിക്കുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ടൗൺ ACP KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം കൃത്യമായി നടക്കുന്നത്. മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എന്താണ് ഫ്രട്ടേണിറ്റി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന പ്രശ്നം? ഗുരുതരമായ ചില ആക്ഷേപങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. നിഷാദ്, പൗരത്വ പ്രക്ഷോഭത്തിന്റെ വിജ്ഞാപനം വന്ന അന്ന് രാത്രി, മെനയാന്ന് രാത്രി വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അതേസമയം ഫ്രട്ടേണിറ്റി ആകാശവാണി ഈ നിലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനെതിരെയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. അത് അപ്പോൾ തന്നെ ചർച്ചയായിരുന്നു. കാരണം വേറെ ഒരു വിഷയത്തിലും ലാത്തി ചാർജ് നടത്തിയിരുന്നില്ല. മാത്രമല്ല, സമാധാനപരമായ പ്രകടനം നടക്കുന്നതിന്, ഉദ്ഘാടന സമരം നടത്തുന്നതിനിടയിലാണ് പെട്ടെന്ന് ലാത്തി ചാർജിലേക്ക് പോലീസ് നീങ്ങിയത്. ഇപ്പോൾ ഫ്രട്ടേണിറ്റി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അന്നത്തെ അക്രമം തന്നെ വലിയ തോതിലുണ്ടായിരുന്നു. ആണി നിറച്ച ലാത്തി ഉൾപ്പെടെയുള്ള വെച്ചാണ് പോലീസ് ആക്രമിച്ചത്. മറ്റൊന്ന്, ഈ പോലീസ് FIRലും റിമാൻഡ് റിപ്പോർട്ടിലും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. അതായത് ഫ്രട്ടേണിറ്റി ആകാശവാണി നിലയത്തിലേക്ക് മാർച്ച് മാത്രമാണ് നടത്തിയത്. അതേസമയം അതുവഴി പോയ ട്രെയിനുകളെല്ലാം തടഞ്ഞു, അല്ലെങ്കിൽ ഈ സമരത്തിന് ശേഷം പിരിഞ്ഞു പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ ട്രെയിനുകൾ തടഞ്ഞു എന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. മാത്രമല്ല, പോലീസിനെ മർദ്ദിച്ചു എന്ന ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. അതായത് ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ കുറച്ചുപേരെ ജയിലിൽ അടയ്ക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വളരെ ഗുരുതരമായ വകുപ്പുകളും ആരോപണങ്ങൾ ചുമത്തിക്കൊണ്ടാണ് FIRും റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കിയതെന്ന ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മുന്നോട്ട് വെച്ചുകൊണ്ട് കോഴിക്കോട് ടൗണിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിനെയാണ് അവർ ആക്രമിക്കുന്നത്. അവർ പറയുന്ന കാര്യം, KG സുരേഷിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ആക്രമണം നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം RSSന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർക്കെതിരെ DGPക്ക് പരാതി നൽകുമെന്ന് ഫ്രട്ടേണിറ്റി സംസ്ഥാന പ്രസിഡന്റ് KM ഷെഫ്രിൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് തന്നെയും പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വ്യാജ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അനുവാദമല്ലാത്ത രീതിയിൽ ആക്രമിച്ചിരിക്കുന്നു. വലിയ സമാധാനപരമായ സമരത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാവും. അസിസ്റ്റന്റ് കമ്മീഷണർ KG സുരേഷിനെതിരെ DGPയും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ മറ്റു ഏജൻസികളെ സമീപിക്കുമെന്നും ഫ്രട്ടേണിറ്റി അറിയിച്ചിട്ടുണ്ട്. അസ്ലം വിവരങ്ങൾ നൽകിയത്. CAAക്കെതിരെ കോൺഗ്രസിന്റെ രാജ്ഭവൻ ധർണ പുരോഗമിക്കുകയാണ്. രാമനിലൂടെ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള ശ്രമം പൊളിഞ്ഞതുകൊണ്ടാണ് BJP CAA കൊണ്ടുവന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ CAA സമരങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ലെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് CPMുമായി യോജിച്ച സമരത്തിനില്ല എന്ന് വ്യക്തമാക്കി. ഒരു സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന രാമനിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ, കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായി തകർന്നു. അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക, എന്നിട്ട് ബാക്കിയുള്ള മെജോറിറ്റിയെ പ്രകോപിപ്പിക്കുക, ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. CAA വിജ്ഞാപനത്തിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിലേക്ക്. CAA ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാട്ടിയാണ് കോടതിയെ സമീപിക്കുക. നിയമം അടിയന്തരമായി നിർത്തിവെക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടും. AG ഡൽഹിയിലുണ്ടെന്നും എത്രയും പെട്ടെന്ന് ഹർജി നൽകുമെന്നും നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുൻപിൽ വയ്ക്കാൻ, നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട്. അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൗൺസിലൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിലാക്കിയതിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. അസമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കോലം കത്തിച്ചു. ഗുജറാത്തിൽ ഗോത്രവിഭാഗം പ്രതിഷേധിച്ചു. CAA വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സുപ്രീം കോടതിയെ സമീപിക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെയും വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിലാണ് രാജ്യവ്യാപക പ്രതിഷേധം. അസമിൽ ജാതീയതാവാദി യുവചിത്ര പരിഷത്ത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കോലം കത്തിച്ചു. അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിലും പ്രതിഷേധം തുടരുകയാണ്. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. CPMും വിവിധയിടങ്ങളിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും തമിഴ്നാട്ടിലെ കോളേജുകളിലും പ്രതിഷേധമുയർന്നു. നിലവിൽ പൗരത്വ ഭേദഗതിക്കെതിരെ സമർപ്പിച്ച ഹർജിയോടൊപ്പമാണ് രമേശ് ചെന്നിത്തല പുതിയ ഹർജി നൽകിയിരിക്കുന്നത്.
പൗരത്വ നിയമത്തിനെതിരെ വിമർശനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2.5 മുതൽ 3 കോടി വരെ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. ഇന്ത്യ ഇവർക്കായി വാതിൽ തുറന്നാൽ നിരവധി ആളുകൾ രാജ്യത്തേക്ക് വരും. വരുന്ന അഭയാർത്ഥികൾക്ക് ആര് ജോലി കൊടുക്കുമെന്ന് കെജ്രിവാൾ ചോദിച്ചു. अगर इन 2.5-3 करोड़ में से 1.5 करोड़ लोग भी भारत आ गए तो कौन देगा इनको रोजगार? कहाँ बसाओगे इनको? बीजेपी वाले अपने घर में बसाएंगे क्या इनको? इनके अपने घर में रखेंगे क्या इनको? बीजेपी वाले देंगे क्या इनको रोजगार? कौन देगा इनको रोजगार? പ്രതിഷേധങ്ങൾ തുടർന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 31,000-ലധികം അഭയാർത്ഥികൾക്ക് CAA ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്. മീഡിയ 1 ഡൽഹി. ഭേദഗതി നിയമത്തെ എതിർത്ത് ഓർത്തഡോക്സ് സഭ രംഗത്ത്. മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുന്നതാണ് CAA എന്ന് ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനാധിപൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മീഡിയ 1 പറഞ്ഞു. പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന സർക്കാർ തീരുമാനം ധീരമാണെന്ന് മെത്രാപ്പൊലീത്ത വ്യക്തമാക്കി. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ BJP കാണുന്നത് വോട്ട് രാഷ്ട്രീയമാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ തട്ടുകളിലായി തിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഓർത്തഡോക്സ് സഭ നിലപാടെടുക്കുന്നു. പൗരത്വ നിയമത്തിൽ മതം അടിസ്ഥാനമാക്കുന്നത് അപകടകരമാണ്. മതം ഒരു പ്രധാന കാര്യമായി വരുന്ന തരത്തിൽ ബില്ല് വരുന്നെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. കേന്ദ്രം പാസാക്കിയ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന സർക്കാർ തീരുമാനത്തെയും ഓർത്തഡോക്സ് സഭ സ്വാഗതം ചെയ്യുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് സർക്കാർ നിലപാട്. നിലവിലിരിക്കുന്ന സർക്കാരിൽ ആളുകൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. ഹൈന്ദവേതര സമൂഹങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ചും. മതത്തിന്റെ പേരിൽ മാനവികതയെ തരംതിരിക്കുന്നത് അടിസ്ഥാനപരമായ പ്രശ്നമാണെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള നിയമം ഉൾക്കൊള്ളാനാകില്ലെന്നും ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം. ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. മൂന്നാറിലും കാഞ്ഞിരവേലിയിലുമാണ് ആന ഇറങ്ങിയത്. നെടുങ്കണ്ടത്ത് തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി യോഗം ചേരും. വീട്ടിലെ സിറ്റൌട്ടിൽ ഇരിക്കുകയായിരുന്ന തുളസിയെ ഇന്നലെയാണ് തേനീച്ചക്കൂട്ടം ആക്രമിച്ചത്. വീടിന് സമീപത്തുള്ള തേനീച്ചക്കൂട് പരുന്തുകൊത്തി താഴെയിടുകയായിരുന്നു. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മൂന്നാർ സെവൻമല എസ്റ്റേറ്റിൽ കട്ടക്കൊമ്പൻ എന്ന കാട്ടാനയെത്തി. അടുത്ത കാലത്ത് 2 പേരെ കൊലപ്പെടുത്തിയ ആനയാണോ എന്നും സംശയമുണ്ട്. പാർവതി ഡിവിഷനിൽ മണിക്കൂറുകൾ നിലയുറപ്പിച്ച കാട്ടുകൊമ്പനെ നാട്ടുകാർ കാട് കയറ്റി. വന്യമൃഗശല്യം രൂക്ഷമായ കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. ജനവാസ മേഖലയിലെത്തിയ ഒറ്റക്കൊമ്പൻ വ്യാപക കൃഷിനാശവും ഉണ്ടാക്കി. രവി, ഭാസ്കരൻ എന്നിവരുടെ ഏക്കർ കണക്കിന് കൃഷി കാട്ടാന നശിപ്പിച്ചു. വന്യജീവി ആക്രമണം കൂടിയ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതി യോഗം നാളെ ചേരും. ഉദ്യോഗസ്ഥരടങ്ങിയ സമിതിയും യോഗത്തിൽ പങ്കെടുക്കും. മീഡിയ 1 ഇടുക്കി. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് അവശനിലയിൽ കണ്ടെത്തിയ കാട്ടാന തിരികെ കാട്ടിലേക്ക് കയറി. മരുന്ന് കൊടുക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. കാടിനുള്ളിൽ വനംവകുപ്പ് നിരീക്ഷണം തുടരും. ആനയ്ക്ക് ദഹന സംബന്ധമായ പ്രശ്നമാണെന്നാണ് സൂചന. ഇന്നലെ രാവിലെ മുതലാണ് വെറ്റിലപ്പാറ എണ്ണത്തോട്ടത്തിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച് കയറി വന്ന കാട്ടാന അധിക ദൂരം സഞ്ചരിക്കാതെ എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇന്ന് 9 മണിയോടെ തോട്ടത്തിലൂടെ കാട്ടാന അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. ആനയെ വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ആന കാട്ടിലേക്ക് കയറിയത്. അതിനെ ഇനി ഒബ്സർവേഷൻ നടത്തുക എന്നുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങി വരുമോ എന്നുള്ളത് നോക്കാൻ നമ്മൾ വനവകുപ്പിന്റെ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി വന്നാലാണ് എന്തെങ്കിലും അടുത്ത ഒബ്സർവേഷൻ നടത്താൻ പറ്റുള്ളൂ. കാടിനുള്ളിൽ വനം വകുപ്പ് നിരീക്ഷണം തുടരും. ആനയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ തൃപ്തികരമെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ. ചെവിയുടെയും തുമ്പിക്കൈയുടെയും ചലനങ്ങൾ നിലവിൽ സ്വാഭാവിക രീതിയിലാണ്. 2018-ലും ഇതേ ആനക്ക് ദഹന സംബന്ധമായ പ്രശ്നം അനുഭവപ്പെട്ടിരുന്നു. അന്ന് അവശനിലയിൽ കണ്ടെത്തിയ ആനക്ക് പഴത്തിനുള്ളിൽ മരുന്ന് വെച്ച് നൽകുകയായിരുന്നു. മീഡിയ 1 തൃശൂർ. വാട്ടർ അതോറിറ്റിയുടെ 2000 കോടി രൂപയുടെ വൈദ്യുതി കുടിശ്ശിക സർക്കാർ ഏറ്റെടുക്കും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വൈദ്യുതി ഉപയോഗം കൂടിയതിൽ നാളെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. സർക്കാർ വകുപ്പുകൾ നൽകേണ്ട വൈദ്യുതി കുടിശ്ശിക ഉടൻ നൽകണമെന്ന് വൈദ്യുതി മന്ത്രിയുടെ കത്തിൽ പരാമർശിച്ചിരുന്നു. ഇതിൽ തന്നെ ജല അതോറിറ്റി 2068.07 കോടിയാണ് അടയ്ക്കാനുള്ളത്. തുക അടയ്ക്കാൻ ഒരു വകയുമില്ലെന്ന് വാട്ടർ അതോറിറ്റി സർക്കാരിനെ അറിയിച്ചു.
കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കൂടിയതിനാൽ ദിനംപ്രതി 20 കോടി രൂപ ചെലവാക്കി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയാണ് ഇപ്പോൾ KSEB. സാമ്പത്തികമായി KSEB ഞെരുക്കത്തിലായതോടെയാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്ത് അടയ്ക്കാൻ തീരുമാനിച്ചത്. 206.80 കോടി രൂപ വെച്ച് 10 ഗഡുക്കളായി KSEBക്ക് അടയ്ക്കാമെന്ന് സർക്കാർ ഉത്തരവിറക്കി. പകരം വാട്ടർ അതോറിറ്റിയുടെ നോൺ പ്ലാൻ ഗ്രാന്റ് ഫണ്ടിൽ നിന്ന് തുക സർക്കാർ തിരിച്ചുപിടിക്കും. അതിനോടൊപ്പം സർക്കാരിന് അധികമായി വായ്പ എടുക്കണമെങ്കിലും KSEBയുടെ കുടിശ്ശിക തീർക്കണമെന്നും നിബന്ധനയുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് പിന്നിട്ടു. തെരഞ്ഞെടുപ്പായതിനാൽ പവർ കട്ടിലേക്ക് പോകില്ല. പകരം എന്തൊക്കെ സംവിധാനം ഒരുക്കാമെന്നത് ചർച്ച ചെയ്യാനാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചത്. മീഡിയ 1 തിരുവനന്തപുരം. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട അമ്മ പ്രസന്ന ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണം പ്രതികൾ അട്ടിമറിച്ചുവെന്നും പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരാണെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. പോലീസ് അന്വേഷണത്തിൽ നീതി കിട്ടില്ല എന്നതിനാൽ CBI അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ പറയുന്നത്. അനീഷയെ ആത്മഹത്യ ചെയ്യാൻ കാരണം പ്രതികളുടെ മാനസിക പീഡനമാണ്. ഇത് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും 2 പേർക്കെതിരെ അച്ചടക്ക നടപടി മാത്രമാണ് ഉണ്ടായതെന്നും ഹർജിയിൽ പറയുന്നു. കർഷക സമരത്തിനെതിരായ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഡൽഹി അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകരെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. BJP മുൻ MLA നന്ദ്കിഷോർ ഗാർഗാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ പരിഗണനയിൽ ആണെന്നും ഹർജിക്കാരനോട് ഹൈക്കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. പരീക്ഷക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ഹൈസ്കൂളുകളിലെ പ്രധാന അധ്യാപകർ 4 വർഷമായി പരീക്ഷാ നടത്തിപ്പിന് വിവിധ ഇനങ്ങളിൽ ചെലവഴിച്ച തുക അധ്യാപകർക്ക് കിട്ടിയിട്ടില്ല. പ്രതിഷേധം ശക്തമായതിനാൽ ഈ വർഷം സ്കൂളുകളുടെ PD ഫണ്ടിങ്ങിൽ നിന്നാണ് പരീക്ഷാ ചെലവിനുള്ള പണം എടുക്കുന്നത്. SSLC IT പരീക്ഷകളിൽ എക്സാമിനറായി വരുന്ന അധ്യാപകന് DA TA ഇനത്തിൽ 500 രൂപ നൽകണം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് സഹായിയായി വരുന്ന ടീച്ചർക്കും ദിവസം നൽകേണ്ടത് 500 രൂപ. ഇങ്ങനെ കുട്ടികൾ കുറവുള്ള വിദ്യാലയങ്ങളിൽ 25,000 വരെയും 500 മുകളിൽ കുട്ടികൾ ഉള്ളിടത്ത് 2.5 ലക്ഷം രൂപ വരെയും ഒരു വർഷം ചെലവ് വരും. സ്വന്തം നിലയ്ക്ക് ഈ തുക കണ്ടെത്തുന്ന പ്രധാനാധ്യാപകർക്ക് പിന്നീട് കണക്കു നൽകുന്ന മുറയ്ക്ക് സർക്കാർ പണം അനുവദിക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ 2019 മുതൽ 1 രൂപ പോലും ഈ ഇനത്തിൽ പ്രധാനാധ്യാപകർക്ക് ലഭിച്ചിട്ടില്ല. അധ്യാപകരെ കബളിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മാന്ദ്യതയുണ്ടാക്കിക്കൊണ്ട് പ്രയാസമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിന്റെ നിലപാട് ആദ്യത്തെ വർഷം സ്കൂൾ തലത്തിൽ ഹെഡ്മാസ്റ്റർമാരുടെ അവരുടെ PD അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിച്ച് നൽകിയെങ്കിൽ പിന്നീട് തുടർന്ന് വന്ന 2 വർഷവും അതിന്റെ പണം അധ്യാപകർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ വർഷം അധ്യാപകർ നിസ്സഹകരണത്തിനൊരുങ്ങിയതോടെ സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ നിന്നും പണമെടുക്കാൻ നിർദ്ദേശം വന്നു. എന്നാൽ അക്കൗണ്ടിലെ നാമമാത്രമായ തുക ഒരു ദിവസത്തെ പരീക്ഷയ്ക്ക് പോലും തികയില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. 2020, 21, 22 വർഷങ്ങളിൽ കൊറോണ ആയതിനാൽ ഫീസ് പിരിക്കൽ നടന്നില്ല. PD അക്കൗണ്ടിൽ കാശൊന്നുമില്ല. അത് 2023 മാത്രമാണ് ഇപ്പോ PD അക്കൗണ്ടുകളിൽ നാമമാത്രമായ തുക വന്നത്. ഈ തുക കൊണ്ട് ഒരു ദിവസത്തെ പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സാമ്പത്തിക ബാധ്യത മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അധ്യാപക സംഘടനയായ KPSTA അറിയിച്ചു. ഗോപാൽ ശീലാസനൽ, മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ ശബരി കെ റൈസ് വിതരണം ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിച്ചത്. ശബരി കെ റൈസ് ജയ അരി കിലോയ്ക്ക് 29 രൂപയും മട്ട കുറുവ അരി 30 രൂപ നിരക്കിലുമാണ് നൽകുന്നത്. ഉപഭോക്താക്കൾക്ക് സപ്ലൈകോയിൽ നിന്ന് 5 കിലോ വീതം കെ റൈസ് കിട്ടും. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിപണിയിലെത്തിയ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് വിതരണം തുടങ്ങുന്നത്. വരും ദിവസങ്ങളിൽ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും അരിയെത്തിക്കും. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ചത് ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളില്ല. എന്നാൽ മൊയ്തീൻകുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതായി ഒപ്പം പോയവർ ആരോപിക്കുന്നുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത്. ഹൃദയാഘാതം മൂലമാണ് മൊയ്തീൻകുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. എന്നാൽ മൊയ്തീൻകുട്ടിയെ പോലീസ് അടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് മൊയ്തീൻകുട്ടിക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയ സലീം പറയുന്നു. അവിടെ വെച്ച് നന്നായിട്ട് മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് എന്നോടും പഞ്ചായത്ത് മെമ്പറോടും അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞത്, നിങ്ങളവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുക, പ്രശ്നമൊന്നുമില്ല, അവിടെ ഇരുന്നോട് പറഞ്ഞു. ഇതുപോലെ തന്നെ അതിനുള്ളിൽ നന്നായിട്ട് മർദ്ദിക്കുന്ന ഒരു ശബ്ദം ഞാനും ഈ പഞ്ചായത്ത് മെമ്പറും കേട്ടതാണ്. സംഭവത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ മജിസ്റ്റീരിയൽ അന്വേഷണം ആരംഭിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KC ബാബുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും അന്വേഷണം നടത്തും. മീഡിയ 1 മലപ്പുറം. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യ BJPയിൽ, കോൺഗ്രസ് MP
പ്രണീത് കൗർ പട്യാലയിൽ BJP സ്ഥാനാർത്ഥി അയക്കും. മഹാരാഷ്ട്രയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ച. KPCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുത്ത് MM ഹസൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർ റൂം ആരംഭിച്ചുവെന്ന് പ്രഖ്യാപനം. തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധ്യംകരിച്ചു. തിരുവനന്തപുരം നഗരസഭ. നഗരത്തിൽ ഇന്നലെ മാത്രം കടിയേറ്റത് 13-ലേറെ പേർക്ക്. മലപ്പുറത്ത് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയ 5 പേർക്കെതിരെ കേസ്. വെടിക്കെട്ട് നടന്നത് ചങ്ങരംകുളം പള്ളിക്കര വേളയാട്ടെ ക്ഷേത്രത്തിൽ. KSRTCയുടെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ മലപ്പുറത്ത് തുടങ്ങാൻ ആലോചന. 23 സ്ഥലങ്ങളടങ്ങിയ പട്ടിക മന്ത്രിക്ക് കൈമാറി. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മോഹൻ ബഗാനെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. നിലവിൽ 29 പോയിന്റുമായി 5-ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്. അവസാനം കളിച്ച 5 മത്സരത്തിൽ 4-ലും പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. സീസണിൽ 4-ാം മഞ്ഞക്കാർഡ് കണ്ട നവോച്ച സിംഗ് ഇന്ന് കളിക്കില്ല. അതേസമയം കൊൽക്കത്ത ഡെർബിയിൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് മോഹൻ ബഗാൻ എത്തുക. 36 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 2-ാമതാണ് ബഗാൻ. സ്വർണ്ണവില 80 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5010 രൂപ. പവന് 4080 രൂപ. വെള്ളി ഗ്രാമിന് 79 രൂപ.